തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെ ഒരു സർവേക്ക് സർക്കാർ സന്നദ്ധമാകുന്നത്. നേരെ മറിച്ച് തെരഞ്ഞെടുപ്പ് മുമ്പ് വളരെ നേരത്തെയാണ് ഇങ്ങനെ ഒരു സർവേ നടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ സാധ്യതയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുകയും എന്താണ് തിരിച്ചടിക്ക് കാരണമെന്ന് മനസ്സിലാക്കി അത് മറികടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സർവേക്ക് സർക്കാർ തയ്യാറെടുക്കുന്നത്. അത് സ്വാഭാവികം CPM നേതൃത്വത്തിൽ നടത്തേണ്ട സർവേയാണ്. അത് സർക്കാർ നടത്തുന്ന ആരോപണമാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. കാരണം വികസന പദ്ധതികൾ എന്തൊക്കെ പറഞ്ഞ് അതിൻ്റെ പരിശോധന നടത്തുമ്പോൾ അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഭാഗമാണെങ്കിലും ഒപ്പം പോകുന്നത് ആ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുന്നത് CPM-ന്റെ കേഡർമാരാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. 84,000 പേരാണ് 84,000 വീടുകളിലേക്കാണ് ഇത്രയും ആളുകൾ എത്തിച്ചേരുന്നത്. അവർ നടത്തുന്നത് ഈ പ്രചരണമാണ്, സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചരണമാണ്. അതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് CPM-ന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് പ്രതിപക്ഷം ഉപയോഗിച്ച് സർക്കാർ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ആദിവാസി ഉന്നതികളിലെത്തി ലഘുലേഖ വിതരണം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന പ്രതികരണവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ള ഇത് കേൾക്കുന്ന പദ്ധതി എന്ന നിലയ്ക്കാണ് ഈ സർവേ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. 80 ലക്ഷം വീടുകളിലേക്ക് സർക്കാർ ആളുകളെ എത്തിക്കാനുള്ള പരിപാടിയായിരുന്നു. ഈ കർമ്മസേനയുടെ റിക്രൂട്ട്മെന്റിനാണ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത് സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ പാർട്ടിയെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ളത് അന്നും വലിയ രീതിയിൽ ചർച്ചയായതാണ്. റഹീസ് റഷീദ് കൊണ്ട് റഹീസ്, ഇപ്പോൾ CPM അനുഭാവികൾ അല്ലെങ്കിൽ CPM-മായി ചേർന്ന് നിൽക്കുന്നവർ തന്നെ ഈ സർവേക്ക് പുറപ്പെടുക, അപ്പോൾ സർക്കാരിന് അനുകൂലമായ ഒരു സർവേ ഉണ്ടാക്കുക, അത് വെച്ചുകൊണ്ട് സർവേയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന വിലയിരുത്തൽ പ്രഖ്യാപിക്കുക, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പദ്ധതിയാണ് എന്ന് തന്നെ ഹൈക്കോടതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പാർട്ടി നേരത്തെ നടത്തിയ പ്രതികരണം എന്തായിരുന്നു റഹീസ്? സ്മൃതി, നേരത്തെ മുതൽ തന്നെ വലിയ വിവാദത്തിലായതാണ് നവകേരള റെസ്പോൺസ് സർവേ എന്നത്. ആ സർവേയിൽ വോളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകൾ അതല്ലെങ്കിൽ LDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അതിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് ജില്ലാ കമ്മിറ്റികൾ കീഴ്ഘടകങ്ങൾക്ക് കത്ത് നൽകിയതും ആ കത്ത് പുറത്തു വന്നതുമൊക്കെ വലിയ വിവാദമായതാണ്. അന്ന് പാർട്ടി പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ആ തരത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന നിലപാട് അന്ന് പാർട്ടി സ്വീകരിച്ചതാണ്. അതിനുശേഷമാണ് സർവേ തുടങ്ങിയത്. സർവേ തുടങ്ങുന്ന സമയത്ത് പ്രധാനമായും എല്ലാ സ്ഥലത്തും CPIM-ന്റെയും CPI-യുടെയും പ്രവർത്തകരാണ് വീടുകളിലേക്ക് സർവേയുമായി കൂടുതലെത്തിയത്. അതല്ലാത്ത LDF-ലെ മറ്റ് കക്ഷികളിൽപ്പെട്ട ആളുകളും എത്തി. 4 ചോദ്യമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം, പുതിയ വികസന പദ്ധതികൾ സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ, ഇനി എന്തൊക്കെ വികസന പദ്ധതികൾ കേരളത്തിൽ വേണം എന്നതിന്റെ നിർദ്ദേശമായിരുന്നു ഒന്നാമത്തെ ചോദ്യമായി ഉൾപ്പെടുത്തിയിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് മാറ്റേണ്ടതുണ്ടോ എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആരംഭിക്കണോ, പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആരംഭിക്കണോ, അങ്ങനെ പദ്ധതികൾ ആരംഭിക്കണമെങ്കിൽ ഏത് തരത്തിൽ വേണമെന്ന അഭിപ്രായം നിങ്ങൾക്ക് പറയാമെന്നതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, നിലവിലെ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം, ഇപ്പോഴുള്ള സ്ട്രക്ചറിൽ തന്നെ പോകണോ, അത് ഒറ്റവാക്കിലുള്ള ചോദ്യങ്ങളല്ല ഈ നാലും. അതിന് വിശദമായ മറുപടികൾ ഓരോരുത്തർക്കും നൽകാം എന്ന തരത്തിലായിരുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയമായി നടത്തുന്ന സർവേ എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പക്ഷെ സർക്കാർ പറഞ്ഞത് 2031 കേരളം എങ്ങനെയായിരിക്കണം എന്ന വിഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നടത്തുന്നതാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്നതായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകർ വീടുകൾ കയറി രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനുള്ള വേദിയാക്കി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഹൈക്കോടതി ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം. സ്മൃതി.